അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിക്കുന്ന പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന്. ഇന്നത്തെ വീഡിയോ അതാണ്. ഞാൻ എന്താണ് വാങ്ങിയതെന്ന് നമുക്ക് കണ്ടാലോ. ഞാനിപ്പോൾ ഇത് എല്ലാവർക്കും ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എനിക്കിത് അത്യാവശ്യം ആയതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. പിന്നുണ്ടല്ലോ, പുതിയതായി നമ്മൾ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഓൾന്ന് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ശരിയായിട്ട് കിട്ടുള്ളൂ. ഞാൻ വാങ്ങിയത് ഒരു കുഞ്ഞു സ്റ്റവാണ് കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എനിക്ക് നല്ല യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാനിപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ വീൽ ചെയർ ആയിട്ടാണല്ലോ പോകുന്നത്. നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇറങ്ങാൻ പറ്റാറില്ല. ഇപ്പം നമുക്ക് പാർക്കിങ്ങൊക്കെ കിട്ടിയാലും നമുക്ക് റാമ്പ് വെച്ച് എന്നിട്ട് നമുക്ക് വീൽ ചെയർ ഇറക്കാൻ പറ്റാറുള്ളൂ. അപ്പം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ചെല്ലുമ്പോൾ ഇറങ്ങാൻ പറ്റാണ്ട് നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കും. എന്നിട്ട് വണ്ടിക്ക് നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവരുകയാണ് ചെയ്യാറുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കയ്യിൽ പിടിക്കാം. എന്നാലും നമുക്ക് ഈ ചായയൊക്കെ കുടിക്കുന്ന തോന്നുമ്പോൾ നമുക്ക് നല്ല വെയിലത്താണ് കേട്ടോ. എപ്പോഴും ഒരു ചായക്ക് വേണ്ടിയൊക്കെ പാർക്കിങ്ങൊക്കെ കിട്ടാറുള്ളത്. അപ്പം നമുക്കൊരു കുഞ്ഞ് ചായയോ ചൂടുവെള്ളമോ ഒക്കെ വെക്കാമല്ലോ. അപ്പം അതാണ് ഞാനൊരു കുഞ്ഞ് സ്റ്റവ് ഇപ്പോൾ വാങ്ങിയത്. ഇതിലും വലിയ സ്റ്റവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ വീൽ ചെയർ ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ വണ്ടിയിൽ അത്രയും സ്പേസ് വീൽ ചെയറിന് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയൊരു സ്റ്റവും കൂടി പിന്നീട് വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഞാനൊരു കുഞ്ഞ് സ്റ്റവ് വാങ്ങിയത്. പിന്നെ ഇതിന് തീരെ കനമില്ലാത്തതുകൊണ്ട് നല്ല പൊക്കാനൊന്നും ഇട്ടും വെയിറ്റ് തോന്നണില്ല കേട്ടോ. ഒരു ബുദ്ധിമുട്ടും. നമുക്കിതൊന്ന് വർക്കിംഗ് ആണോ നോക്കാട്ടോ. ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് ശരിയായിട്ട് കത്തണില്ലെങ്കിലോ. എനിക്ക് പക്ഷെ കണ്ടപ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നിയിട്ട് അത് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഇൻഷാ അല്ലാ പുറത്തേക്കൊക്കെ പോകുമ്പോണ്ടല്ലോ നമുക്ക് വെയിൽ വെള്ളമുണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു ചായക്ക് വേണ്ടി നല്ല വെയിലത്തൊക്കെ ആയിരിക്കും വണ്ടി നിർത്തേണ്ടി വരിക. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. തീരെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തന്നെ പൊക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. താഴ്ഭാഗത്തും അല്ലോ അങ്ങനെയാണ്. ഈ ഒരു ഭാഗത്ത് തന്നെ തോന്നുന്നു കേട്ടോ നമ്മളെ ഗ്യാസ് ഫിറ്റ് ചെയ്ത് കൊടുക്കണ്ട. നമ്മൾ സ്റ്റൗവിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ ബോട്ടിൽ വരുന്ന ഗ്യാസാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ ഒരു കുഞ്ഞ സ്റ്റൗവിൻ്റെ ഈ ഒരു ഭാഗത്തിന് ഈ ഗ്യാസിൻ്റെ ബോട്ടിൽ വെച്ച് കൊടുക്കണ്ടേ, ഫിറ്റ് ചെയ്ത് കൊടുക്കണ്ടേ. പക്ഷെ ഇത് എനിക്ക് എൻ്റെ കൈ കൊണ്ട് അത്രയും ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഉമ്മച്ചെങ്ങാനും ചെയ്ത് തരണം. ഉമ്മച്ചി ചെയ്ത് തരുമോ? അപ്പം നമ്മളെ സ്റ്റൗമ്മക്കുള്ള കുഞ്ഞ് ഗ്യാസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യണേ നോക്കാം. അല്ലാ, ഇത് കുറച്ച് ടൈറ്റ് ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ കത്തി
ഇപ്പൊ ഗ്യാസ് സ്റ്റവ് കത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ നല്ലൊരു ചൂട്. നമുക്ക് ഒരു ചായ വെച്ച് വെക്കാലോ. നമുക്ക് നമ്മളെ കുഞ്ഞു സ്റ്റവിൽ ഒരു ചായ വെച്ച് വെക്കാല്ലേ. ഞാനിപ്പോ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പാത്രം വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് കത്തിക്കാം. എല്ലാം കൈമക്കായാലോ. പാത്രം ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇപ്പൊ ചായ ഇങ്ങനെ തിളക്കുമ്പോ ഞാന് ഇനി പോണേപ്പത്തേക്കായിരുന്നു കേട്ടോ ചിന്തിച്ചോണ്ടിരുന്നത്. ഇപ്പൊ നമ്മ പുറത്തേക്കൊക്കെ പോകുമ്പോണ്ടല്ലോ, എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് റാമ്പ് ഇറക്കാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി നമ്മ റാമ്പൊക്കെ വെച്ചിറക്കിയാലും നമ്മളെ ഹോട്ടലുകളാണെങ്കിലും ഇനി വേറെ ഏതൊരു സ്ഥലമാണെങ്കിലും നമുക്ക് വീൽ ചെയർ പൊക്കാനൊന്നും പിന്നെ നമുക്ക് റാമ്പ് പിടിച്ച് കൊണ്ടുപോകാൻ പറ്റൂല. അപ്പോൾ ആരെങ്കിലും വരണ വരൊക്കെ നമ്മ വെയിറ്റ് ചെയ്തൊക്കെ നിന്നിട്ടാണ് കേട്ടോ എല്ലാവരും കൂടി വീൽ ചെയർ പൊക്കി കയറ്റാറുള്ളത്. ഇപ്പം നമ്മൾ സന്തോഷത്തോടുകൂടിയൊക്കെ പോണ യാത്രകളാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ടൂറ് പോവുക അങ്ങനെയൊക്കെയാണെങ്കിൽ തണലുള്ള സ്ഥലമോ അല്ലെങ്കിൽ ഇത്തിരി ഒന്ന് കയറാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് അന്വേഷിച്ച് പോകാനുള്ളൊരു ടൈം കിട്ടും. അതല്ലെങ്കിൽ ഉമ്മച്ചി എന്നെ എടുത്തു കൊണ്ടുപോകാറാണ് കേട്ടോ ചെയ്യാറുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിലും അതെനിക്ക് ക്ഷീണമാവുള്ളൂ കേട്ടോ കൂടുതൽ. കാരണം നമ്മളെ ഒരുപാട് എടുത്ത് ഇറക്കി പിന്നെ ഇരുത്തി വണ്ടിയൊക്കെ ആക്കി തന്ന് അങ്ങനെയൊക്കെ ആവുമ്പോൾ ഉമ്മച്ചി അത്രയും കെയർ ചെയ്തിട്ടാണ് എന്നെ കൊണ്ടുപോവുക. എന്നാലും ഒരുപാട് തവണ നമ്മളെ സ്റ്റെപ്പൊക്കെ കയറി എടുത്തു കൊണ്ടുപോകുമ്പോഴും ഒക്കെ ഇങ്ങനെ ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആ ഒരു ഇറങ്ങേണ്ട ആ ഒരു സ്ഥലത്തുമ്പോഴേക്കും നമ്മൾ ക്ഷീണാവും കേട്ടോ. അങ്ങനെ ഇറങ്ങാൻ പറ്റാണ്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്കിത് ഉപകാരമാണ് കേട്ടോ. അതിനെക്കാട്ടിലൊക്കെ എനിക്ക് ഉപകാരത്തേക്ക് വരാം എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിലേക്കൊക്കെ പോകേണ്ടി വരുമ്പോഴാവുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇറങ്ങാനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടില്ലല്ലോ പെട്ടെന്ന് എത്തേണ്ടി വരുമ്പോഴൊക്കെ. അതേപോലെ തന്നെ ഇപ്പോൾ ഓരോ ട്രീറ്റ്മെൻറ്റിനൊക്കെ നമ്മൾ റൂമിലൊക്കെ നിൽക്കേണ്ടിയൊക്കെ വരുമ്പോൾ എനിക്കിത് ശരിക്കും ഉപകാരത്തേക്ക് വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു മനസ്സുണ്ടല്ലോ, എനിക്ക് വേറെ ഏതൊരു സാധനം വാങ്ങിയാലും കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്ക് തോന്നി ഇതിപ്പോൾ വേണമായിരുന്നോ, കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിയാൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെ എനിക്ക് തോന്നും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്കത് അങ്ങനത്തെ തോന്നലേ ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഈ സ്റ്റൗ ഉണ്ടല്ലോ നല്ല വെയിറ്റ് കുറവാട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ഹാൻഡ് ബാഗിലൊക്കെ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ നമ്മളെ കുഞ്ഞു സ്റ്റൗവിൽ ഇപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പം ഞാൻ ചായ വെച്ചത് ഇങ്ങനെ സന്തോഷം കാണുമ്പോൾ എന്താ ഇത്ര അത്ഭുതം എന്ന് തോന്നും കേട്ടോ. അൽഹംദുലില്ലാ ചായ വെക്കാൻ പറ്റി. അതല്ല, എനിക്കിപ്പോൾ ഈ സ്റ്റൗവിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ആ ഒരു നമ്മളെ പാത്രം മേത്തേക്ക് വീഴുമെന്ന്. കാരണം അത്രയും വെയിറ്റ് കുറവായുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ശരിക്കും പാത്രം ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ നമ്മളെ സ്റ്റൗവിലൊക്കെ വെക്കണ ആ ഒരു ടൈം തന്നെ വരുന്നുള്ളൂ നമ്മൾ ചായയൊക്കെ തിളപ്പിച്ചെടുത്തപ്പോൾ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇനി നമ്മൾ ഇതുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കണം. കുക്കിങ് വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൊന്ന് ഉണ്ടാക്കി നോക്കണം, അപ്പോഴാണ് അറിയുള്ളൂ
ഈ ഒരു ബോട്ടിൽ എത്ര ടൈം വരെ നമുക്ക് ഗ്യാസ് നിൽക്കും എന്നുള്ളത്. അപ്പം ഇൻഷാ അല്ലാ നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ സ്റ്റൗമ്മ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, പിന്നെ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ പുതിയതായി ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.